യക്ഷിയമ്മ ആൾത്തറ ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം ഒക്ടോബർ 5 മുതൽ 14 വരെ നടക്കും. തൃശൂർ കിഴക്കേടത്ത് മനയിൽ ഭാഗവത ശ്രീ മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹായജ്ഞം നടക്കുക. സർവ്വചരാചരങ്ങൾക്കും ലോകത്തിനും ക്ഷേമം പ്രദാനം ചെയ്യുവാൻ ദേവപ്രീതി ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹായജ്ഞത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒക്ടോബർ 14 വരെ വിവിധ പൂജാതി കർമ്മങ്ങളും ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും എല്ലാം സീതയുടെയും സാവിത്രിയുടെയും എല്ലാം ജീനുകൾ അടങ്ങിയിട്ടുണ്ട്, DNA അടങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ കൊച്ചു മക്കളാണ് നമ്മളെല്ലാവരും. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പൈതൃക സ്വത്താണ്. നിങ്ങൾക്ക് അതിപ്പോൾ നമ്മുടെ ഉള്ളിൽ ബീജരൂപത്തിൽ നിദ്രാവസ്ഥയിൽ കഴിയുന്നു, ഡോർമെൻ്റായിട്ട് കഴിയുന്നു. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണർത്തിയെടുക്കാം. അത് ഉണർത്തിയെടുക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ മുറ്റത്തൊരു പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട വിത്തിട്ട് വളമിട്ട് വെള്ളം ഒഴിച്ചൊക്കെ കൊണ്ടുവന്നാലേ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റും. കളയെല്ലാം പറിച്ച് കളയണം. പക്ഷെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ, ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിലും മുറ്റത്ത് കളകൾ വളർന്നു വരും, മുൾച്ചെടികൾ വളർന്നു വരും. അതിന് നമ്മൾ വെള്ളവും ഒന്നും ഇട്ട് കൊടുക്കണ്ട. അതുപോലെ നമ്മൾ ഈ തർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ ആ മഹാത്മാക്കളെ ഓർക്കുന്നു, ഋഷിമാരെ ഓർക്കുന്നു, നമ്മുടെ പൂർവ്വന്മാരിൽ അഭിമാനം കൊള്ളുന്നു. അവർക്ക് നമ്മൾ നന്ദി പറയും.